അടുത്തൊരു ടെക്നോളജി ക്വസ്റ്റ്യൻ ആണ്. അതായത് 10ാം ക്ലാസ് വരെ പഠിച്ച ചോദ്യമല്ല, 10ാം ക്ലാസ് പഠിച്ച് ഫിസിക്സ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിയണം എന്നില്ല. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് ഇതേപോലുള്ള 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റാം. അതായത് ഏത് ശരിയല്ല എന്നറിഞ്ഞാലും മതി, ശരിയാണ് എന്നറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ചോദ്യം നമുക്ക് കാണാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, GPS allow accurate time stamping on ATM transactions. അതായത് ടൈം സ്റ്റാമ്പിങ് ഓൺ ATM ട്രാൻസാക്ഷന് GPS സഹായിക്കുന്നു, അക്യുറേറ്റ് ആയിട്ട് അത് ടൈം സ്റ്റാമ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ശരിയാണോ തെറ്റാണോ എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. പക്ഷേ GPS എങ്ങനെ വർക്ക് ചെയ്യുന്നു, GPS അക്യുറേറ്റ് ആയിട്ട് ടൈം സ്റ്റാമ്പ് ചെയ്യാൻ ജനറലി അലോ ചെയ്യുക എന്ന് അറിയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്ഷൻ ശരിയാണ് എന്ന് എടുക്കാൻ പറ്റും. അലോ എന്നേ പറയുന്നുള്ളൂ. അതായത് നിർബന്ധമായിട്ടല്ല ATM-ലും ചെയ്യണം എന്ന് പറയുന്നില്ല. അലൗസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു ATM-ൽ ഇത് അക്യുറേറ്റ് ആയിട്ട് ടൈം സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ. അതായത് ഒരു ടെക്നോളജി വെച്ചിട്ട് ഇന്ന സാധനം പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അത് നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അലൗസ് എന്ന് വെച്ചാൽ ഓക്കെ, അലോ ഒരൊറ്റ കേസ് എങ്കിലും അലോ ആകുന്നുണ്ടെങ്കിലും ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്, ഇത് ശരിയാണ് എന്നുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തത്, GPS റിലേസ് ഓൺ എ സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഫോർ ട്രാൻസ്ഫറിങ് സിഗ്നൽ വേൾഡ് വൈഡ്. ദാറ്റ് ഇസ് ട്രൂ. അതായത് ഒരു സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ് GPS എന്ന് പറയുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോത്ത് 1 and 2 ആ കറക്റ്റ്. സോ ഈ GPS-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് ഫാക്ച്വൽ സാധനങ്ങൾ നോക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, GPS എന്ന് പറഞ്ഞത് ടൈം സ്റ്റാമ്പിന് ATM ട്രാൻസാക്ഷന് അക്യുറേറ്റ് ആയിട്ട് ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം GPS-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ നോക്കണം. അപ്പം അത് GPS എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. GPS എന്ന് പറയുന്നത്, ആ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ഇതേപോലുള്ള ഇതേപോലുള്ള പൊസിഷനിങ് സിസ്റ്റംസ് വേറെ രാജ്യങ്ങൾക്കുണ്ടോ? അതായത് GPS എന്ന് പറയുന്നത് അമേരിക്കയുടെ ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഇതേപോലുള്ള പൊസിഷനിങ് സിസ്റ്റം വേറെ രാജ്യങ്ങൾക്കുണ്ടോ? ഇനി ഇന്ത്യയുടെ പൊസിഷനിങ് സിസ്റ്റം, ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം വേണം. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ഗ്ലോബൽ ആൻഡ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അതായത് ഇറ്റ്സ് എ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, GPS എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് നാവിഗേഷൻ പോസിബിൾ ആക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ GPS, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സിസ്റ്റത്തിനെയാണ് നമ്മൾ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അത് അപ്രോക്സിമേറ്റ്ലി ഇപ്പം ഒരു 31 സാറ്റലൈറ്റ്സ് ആണ് അമേരിക്കയുടെ GPS വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് ആണ്, ആ നമ്പർ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ അത്രയും സാറ്റലൈറ്റുകളാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത്. 95-ലാണ് ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്തത് റഷ്യയുടെ ഈ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ 2 ആയിട്ട് തിരിക്കാൻ പറ്റും, ഗ്ലോബൽ ആൻഡ് റീജിയണൽ. അതായത് ലോകം മൊത്തം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനെ ഗ്ലോബൽ എന്ന് നമുക്ക് വിളിക്കാമെങ്കിൽ, ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ട് മാത്രം, ഉദാഹരണം ഇന്ത്യ, അതിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, നമ്മുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വർക്ക് ചെയ്യണം. അത് വെച്ചിട്ട് നമുക്ക് ജനറൽ പബ്ലിക്കിന് അറ്റ്ലീസ്റ്റ് സർവീസ് കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് 4 രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ 3 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും മാത്രമാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സ്വന്തമായിട്ടുള്ളത്. അപ്പം റഷ്യയുടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോനാസ്, എന്ന് വെച്ചാൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ് ഗ്ലോനാസ്. 24 സാറ്റലൈറ്റ് ആണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. ആൻഡ് 1995 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് GPS ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങിയെങ്കിൽ 96 ഗ്ലോനാസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് യൂറോപ്യൻ യൂണിയന്റെ സ്വന്തമായിട്ടുള്ള ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം. അതിനെയാണ് ഗലീലിയോ എന്ന് വിളിക്കുന്നത്. ഗലീലിയോ 2016 തൊട്ട് ഓപ്പറേഷനിലാണ്. അതായത് ആലോചിച്ച് നോക്കിയ റഷ്യയും US ഒക്കെ 1990-ന്റെ പകുതിയോട് തന്നെ ഒരു ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അറ്റ്ലീസ്റ്റ് ഒരു റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അന്നത്തെ തന്നെ അവർക്കുണ്ട്. ഓക്കെ, അന്നത് റീജിയണൽ ആയിരിക്കാം, പിന്നെ ആയിരിക്കും ഗ്ലോബൽ ആയിട്ടുണ്ടാവുക. പക്ഷേ യൂറോപ്യൻ യൂണിയൻ 2016-ലാണ് ഇത് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് 30 സാറ്റലൈറ്റ് ആണ്. അടുത്തത് ചൈനയാണ്. ബെയ്ഡു എന്നാണ് ആ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേര്. ബെയ്ഡു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം 35 സാറ്റലൈറ്റ്സ് ആണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. 2020 ലോഞ്ച് ചെയ്തു.
ഇനി ഇന്ത്യ സ്വന്തമായിട്ട് ഒരു റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ഒരിക്കലും ഗ്ലോബൽ ആയിട്ടില്ല, ഇപ്പൊ റീജിയണൽ ആണ്. ഇന്ത്യയുടെ ചുറ്റുമുള്ള കുറച്ച് രാജ്യങ്ങൾ, പ്രദേശങ്ങളിലുമാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിന്റെ പേരാണ് നാവിക്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഇപ്പം 7 ഇപ്പം നിലവിലുള്ള സാറ്റലൈറ്റുകളുടെ എണ്ണം ഇതിന്റെ ഭാഗമായിട്ട് എക്സ്പാൻഡിങ് ടു 12 ആൻഡ് മോർ. ഓക്കെ, 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത്, ലോഞ്ച് ചെയ്തത് 2018. ഇനി അടുത്ത വരികയാണെങ്കിൽ ജപ്പാനിന് സ്വന്തമായിട്ട് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്. QZSS എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്ക നെയിം. ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം. 4 ഇപ്പം അവർക്ക് ഉള്ള സാറ്റലൈറ്റ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് 7 2018 ജപ്പാനും ഈ QZSS എന്ന് പറയുന്ന ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്. അടുത്തത് ഡോറിസ് എന്ന് പറയുന്ന വേറൊരു റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്. പക്ഷേങ്കിൽ അതൊരു സാറ്റലൈറ്റ് സിസ്റ്റം അല്ല, ബേസിക്കലി അത് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് റഡാറുകൾ യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് 1990-കളിൽ ഫ്രാൻസ് ആഫ്രിക്കയെ ഫോക്കസ്ഡ് ആയിട്ട്, ആഫ്രിക്ക മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് ഡിഫറെന്റ് റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു സാറ്റലൈറ്റ് സിസ്റ്റം, സാറ്റലൈറ്റ് അതിന്റെ ഭാഗമായിട്ടില്ല. ഓക്കെ, ഡോറിസ് എന്നാണ് അതിന്റെ പേര്. ഡോപ്ലർ ഓർബിറ്റോഗ്രഫി ആൻഡ് റേഡിയോ പൊസിഷനിങ് ഇന്റഗ്രേറ്റഡ് ബൈ സാറ്റലൈറ്റ് എന്നാണെങ്കിലും അതിന്റെ സാറ്റലൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഡോറിസ് ഈസ് ബൈ ഫ്രാൻസ്. ഇറ്റ്സ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ആഫ്രിക്ക. സോ ദിസ് വാസ് ലോഞ്ച്ഡ് വേ ബാക്ക് ഇൻ 1990s. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the global and regional navigation satellite systems.